അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന ലില്ലാഹി അസ്സ വജല്ല തിസ്അതൻ വതിസ്ഈന ഇസ്മൻ മൻ അഹ്സാഹാ ദഖലൽ ജന്ന. നാം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഉത്തരം ലഭിക്കാൻ അസ്മാഉൽ ഹുസ്നയെ തവസ്സുലാക്കാൻ കഴിഞ്ഞ വോയിസിൽ സൂചിപ്പിക്കുകയുണ്ടായി. ഈ ഇസ്മുകളിൽ ആദ്യമായി പറയപ്പെട്ടത് അള്ളാഹു എന്ന ജലാലത്തിൻ്റെ ഇസ്മിനെയാണ്. കാരണം അസ്മാഉൽ ഹുസ്നയുടെ മുഴുവൻ മാനകളെയും ഉൾപ്പെടുത്തുന്നതും എല്ലാ ഇസ്മുകളും സിഫത്തുകളും അതിൽ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതുകൊണ്ടാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അലയോ പ്രവാചകരെ, ജനങ്ങൾക്ക് അറിയിച്ചു കൊടുക്കുക, ആരാധനക്കർഹൻ ഏകനായ ഇലാഹ് മാത്രമാണ് ഹക്ക്. അവനല്ലാത്തവരെ ആരാധിക്കൽ അത് നിഷ്ഫലമാണ്. അള്ളാഹു ഖാലിഖു കുല്ലി ഷൈഇൻ. അള്ളാഹു തആല എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവാണ്. പണ്ടേ ഉള്ളവനും എന്നതും നിലകൊള്ളുന്നവനുമാണ്. കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. എല്ലാ വസ്തുക്കളും നശിക്കും, അള്ളാഹുവിൻ്റെ ദാത്ത് മാത്രമാണെന്നതും അവശേഷിക്കുന്നത്. ഇങ്ങനെയുള്ള ധാരാളം വിശേഷണങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാണാൻ സാധിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ 85 സൂറത്തുകളിലായി ഏകദേശം 2699 പ്രാവശ്യം അള്ളാഹ് എന്ന നാമം പറയപ്പെട്ട് കാണുന്നുണ്ട്. ഇവയിൽ 33 ആയത്തുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത് അള്ളാഹു എന്ന വണ്ണമായ ഇസ്മു കൊണ്ടാണെന്ന് നാം മനസ്സിലാക്കുക. ഈ ഇസ്മിനെ പതിവാക്കിയാൽ അവന് അള്ളാഹു മാന്യമായ റിസ്ക് നൽകുന്നതാണ്. ആരെങ്കിലും ഈ ഇസ്മിൻ്റെ അതതാകുന്ന 66 പ്രാവശ്യം ഒരു പിഞ്ഞാണത്തിൽ ഷിഫായിൻ്റെ ആയത്തോടു കൂടിയോ അല്ലാതെയോ എഴുതി മായിച്ച് കുടിച്ചാൽ എല്ലാ രോഗങ്ങളും ഷിഫയാകുന്നതാണ്. റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.